ഹല്ലേലൂയ. വളരെ വലിയ ആനന്ദത്തോടെയാണ് കർത്താവിന്റെ വചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. ഈ തിരുവചന ശുശ്രൂഷകളിലൂടെ പരസ്പരം കാണുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനും സ്വർഗം നൽകുന്ന അവസരത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. 5-ാം സങ്കീർത്തനം 4-ാം തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുന്നു: അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, തിന്മ അങ്ങയോട് കൂടെ വസിക്കുകയില്ല. നമ്മുടെ കർത്താവിന്റെ യഥാർത്ഥ സ്വഭാവം ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ കർത്താവ്, തിന്മ അവനോടൊത്ത് വസിക്കുകയില്ല. പ്രിയമുള്ളവരെ, ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ ഈ സ്വഭാവത്തിൽ വളരുവാനാണ് സ്വർഗം അതിയായി ആഗ്രഹിക്കുന്നത്. നമുക്ക് അല്പസമയം ഈ വചനത്തിലൂടെ വെളിപ്പെടുന്ന അഭിഷേകത്തെ പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് ഒരുങ്ങാം. എല്ലാവരും ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എല്ലാം മറന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന പുത്തൻ അഭിഷേകത്തിന് വേണ്ടി എല്ലാ മക്കളും ആഗ്രഹിക്കുക. നമ്മൾ ഓരോരുത്തരും നിത്യജീവന്റെ അനുഭവം സ്വന്തമാക്കുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. ഈ വലിയ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ മക്കളും പാടി ആരാധിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ചേർന്ന് പാടാം. ആകാശത്തിൻ കീഴിൽ എത്ര പേര് വിശ്വസിക്കുന്നു? എങ്കിൽ തുറന്ന അഭിഷേകത്തോടെ പാടി ആരാധിക്കുക. യേശുനാമമല്ലാതെ, മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തി ജനകോടികളിലേക്ക് സമയം പകരണമേ. അത്ഭുത വിടുതലുകൾ, സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, ഏകരക്ഷകനവനല്ലോ. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, ഏകരക്ഷകനവനല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. സ്വരമുയർത്തി കർത്താവേ, സകല കെട്ടുകളെ വഴിക്കണമേ. അഭിഷേകത്തിന്റെ തീ കത്തട്ടെ, ജനകോടികളിൽ, ജനപദങ്ങളിൽ കത്തട്ടെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, പരസ്പരം പരസ്പരം മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് പറഞ്ഞു പാടിയേ. അഭിഷേകം നിറഞ്ഞു കവിയുക അനേകം കുടുംബങ്ങളിലേക്ക്, അനേകം ജീവിതങ്ങളിലേക്ക്. ഇതാ കർത്താവിന്റെ അത്ഭുത ശക്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ഇരുകരങ്ങളും നമ്മെ രക്ഷിക്കുന്ന അത്ഭുത നാമമായ യേശുനാമത്തിന് മുൻപിൽ ഉയർത്തിപ്പിടിക്കും മക്കളെ. ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും നമ്മുടെ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കേ. ഒരു കർത്താവേ, അവിടുത്തെ അഭിഷേകത്തിന്റെ കരങ്ങൾ നീട്ടണമേ, ജനകോടികളിലേക്ക് നീട്ടണമേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ ഈ ആത്മീയ ശുശ്രൂഷയുടെ ഭാഗമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളുടെ മേൽ കരം നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ കഠിന പാപികൾ അനുതാപത്തിലേക്ക് വരട്ടെ. യേശു നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ രോഗികൾ
സൗഖ്യം പ്രാപിക്കട്ടെ. യേശു നാമത്തിന് അത്ഭുത ശക്തിയാൽ കുടുംബങ്ങളും തലമുറകളും പരിശുദ്ധാത്മ അഭിഷേകം സ്വീകരിക്കട്ടെ. ഈ വലിയ വിശ്വാസത്തോടെ ഇരുകരങ്ങളും പരിപൂർണം ഉയർത്തിപ്പിടിച്ച് യേശുവിനെ വിളിക്ക്. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, അത്ഭുതങ്ങളുടെ രാജാവേ, അങ്ങനെ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ അത്ഭുതങ്ങളുടെ പൊട്ടിത്തെറികൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിക്കും മക്കളെ. പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ഞങ്ങൾ ഓരോരുത്തരും അഭിഷേകം ചെയ്യണമേ. യേശു നാമത്തിന്റെ പവർ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയട്ടെ. യേശു നാമത്തിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറയട്ടെ. യേശു നാമത്തിന്റെ പവർ രോഗികളിൽ നിറയട്ടെ. യേശു നാമത്തിന്റെ പവർ വേദനയ്ക്കും ദുഃഖിച്ചും മനോഭാരത്തിലുമായിരിക്കുന്ന ജീവിതങ്ങളിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവേ, യഥാർത്ഥ മാനസാന്തരം നൽകി, യഥാർത്ഥ അനുതാപം നൽകി, നിത്യജീവനെ കുറിച്ചുള്ള ദർശനം നൽകി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെയും യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുക. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അനോയിന്റ് ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, യേശു നാമ ശക്തിയ വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതങ്ങളായി ഞങ്ങൾ രൂപാന്തരപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, വളരെ വലിയ ആഗ്രഹത്തോടെ കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ നമുക്കായിരിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചു മടങ്ങി വരവിന്റെ സമയത്തെക്കുറിച്ച്. ഇന്നേ ദിവസത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവമക്കളുടെ ആത്മീയ തകർച്ചയുടെ കാരണത്തെക്കുറിച്ചാണ്. വിശുദ്ധ ലൂക്കാസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 5-ാം തിരുവചനം. അവിടെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: അല്ല എന്ന് ഞാൻ പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ആ തലമുറയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതുപോലെ നശിക്കും. ശീലാഹോയിൽ കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ 18 പേര് മരിച്ചു. യേശു പറഞ്ഞു, ഈ മരണമടഞ്ഞവര് ജെറുസലേമിൽ ഉണ്ടായിരുന്ന മറ്റു മനുഷ്യരെക്കാൾ അധികം പാപികളായതുകൊണ്ടല്ല, അത് ആ കാലഘട്ടത്തിനൊരു മുന്നറിയിപ്പാണ്. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ നശിക്കുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. നാം പഴയ നിയമത്തിലോട്ട് വരുമ്പോൾ കാണുവാൻ കഴിയും, ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ, അവർ കർത്താവിന്റെ ഉടമ്പടിയുടെ ജനമാണ്. അബ്രഹാമുമായി ദൈവം ചെയ്ത ഉടമ്പടി പ്രകാരം. എന്നാൽ ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ, അവർ 70 വർഷം ബാബിലോൺ സാമ്രാജ്യത്തിന് കീഴിൽ ദാസ്യവേല ചെയ്യുകയാണ്. കഠിനമായ ദുഃഖത്തിലും കഷ്ടതയിലും വളരെ തകർച്ചയിലും അവർ ജീവിച്ചു. ഒരുപാട് കഷ്ടതകൾ അവർക്കുണ്ടായി. അവർ ക്യാപ്റ്റിവിറ്റിയിലോട്ട് പോയി. എന്താണ് ദൈവജനം അനുഭവിച്ച ഈ അടിമത്തത്തിന്റെ കാരണം? വളരെ വ്യക്തമായ വചനം പഠിപ്പിക്കുന്നുണ്ട്. പല പ്രാവശ്യം കർത്താവ് തന്റെ ദൂതന്മാരെ വിട്ട് തന്റെ ജനത്തോട് അനുതപിക്കുവാൻ മുന്നറിയിപ്പ് നൽകി, മാനസാന്തരപ്പെടുവാനുള്ള ആഹ്വാനം നൽകി. പ്രവാചകന്മാരെ വിട്ടു. എന്നാൽ പ്രവാചകന്മാരിലൂടെ ദൈവം നൽകിയ മുന്നറിയിപ്പുകളെ, കർത്താവിന്റെ വചനങ്ങളെ അവർ ചവിട്ടിക്കളയുകയും അധിക്ഷേപിക്കുകയും പല പ്രവാചകന്മാരെയും പീഡിപ്പിക്കുകയും ചെയ്തു. ഇത് കർത്താവിന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. ജെറമ്യ പ്രവാചക പുസ്തകത്തിലോട്ട് വരുമ്പോൾ 25-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ കർത്താവ് പറഞ്ഞു, ഇസ്രായേൽ ജനമേ, നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുക, എന്റെ വചനം നിങ്ങൾ അനുസരിക്കുക, ഇല്ലെങ്കിൽ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായ നെബൂഖദ്നേസറിനെ ഞാൻ നിങ്ങൾക്കെതിരെ കൊണ്ടുവരും. എന്നാൽ കർത്താവിന്റെ വാക്കുകളെ സ്വീകരിക്കാൻ ഇസ്രായേൽ ജനം തയ്യാറായില്ല. 11-ാം വചനത്തിൽ കർത്താവ് വീണ്ടും മുന്നറിയിപ്പ് നൽകി, 70 വർഷക്കാലം നിങ്ങൾ ബാബിലോൺ സാമ്രാജ്യത്തിൽ അടിമകളായി കഴിയും. ആരെ? ഉടമ്പടിയുടെ ജനം, ദൈവത്തിന്റെ സ്വന്തം ജനത്തിന് ഇവർ ആത്മീയ തകർച്ച വരികയാണ്.
പ്രിയ ദൈവമക്കളെ, മറ്റേത് കാലഘട്ടത്തെക്കാൾ ഈ കാലഘട്ടത്തിലെ സഭാമക്കളായ നമ്മുടെ ജീവിതവുമായി ഈ വചനത്തിന് ഒരുപാട് ബന്ധമുണ്ട്. ഇന്ന് അനേകരുടെ ആത്മീയ തകർച്ചയ്ക്കുള്ള കാരണം എന്താണെന്ന് ഈ തിരുവചനങ്ങളുടെ പരിശുദ്ധാത്മ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകത്തിലോട്ട് വരിക. അവിടെ 12 മുതലുള്ള വാക്യങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ കാണുവാൻ പറ്റും എന്താണ് ഇസ്രായേൽ ജനം ആത്മീയമായി തകർന്നതിന്റെ കാരണം. ഒന്നാമത്തെ കാരണം, അവർ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. വിശുദ്ധ ലൂക്കാസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. മനുഷ്യരുടെ മുൻപിൽ ഉത്കൃഷ്ടമായത് കർത്താവിന്റെ ദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. ലോകത്തിന്റെ അംഗീകാരവും മാനുഷിക പ്രീതിക്ക് വേണ്ടി പലപ്പോഴും സത്യം ഇതാണെന്ന് അറിഞ്ഞിട്ട് പോലും കർത്താവിന്റെ വചനത്തിന് നേരെ നമ്മൾ കണ്ണടയ്ക്കാറുണ്ട്. എന്താ അതിന്റെ കാരണം? വചനം പറയാ, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ഉത്കൃഷ്ടമായത് കർത്താവിന്റെ ദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. ഈ വചനത്തിന് ഉറപ്പ് തരുന്ന മറ്റൊരു വചനം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണാൻ പറ്റും. 13-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, സോദോമിലെ മനുഷ്യർ ദുഷ്ടന്മാരും കർത്താവിന്റെ ദൃഷ്ടിയിൽ മഹാപാപികളുമായിരുന്നു. കർത്താവിന്റെ ദൃഷ്ടിയിൽ സോദോം ദുഷ്ടത നിറഞ്ഞതും അവിടുത്തെ മനുഷ്യര് മഹാപാപികളായിരുന്നു. എന്നാൽ ദുഷ്ടത നിറഞ്ഞ മഹാപാപികളായ ഈ സോദോമിലാണ് ലോത്ത് തന്റെ കൂടാരമടിച്ചത്, തന്റെ വീട് പണിത് കംഫർട്ടായി അവൻ സോദോമിൽ ജീവിക്കുക. ലോത്തിനെ സംബന്ധിച്ചിടത്തോളം സോദോം അവനെ വലിയ പാപമായിട്ട് തോന്നിയില്ല, ദുഷ്ടതയായിട്ട് തോന്നിയില്ല. എന്താ കാരണം? ലോത്തിന്റെ ഹൃദയത്തിൽ മുഴുവൻ ലോകത്തിന്റെ സ്വാധീനമായിരുന്നു. ലോകത്തിന്റെ സ്വാധീനമുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുകയില്ല. ഇതാണ് ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചത്. അവർ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു, കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. രണ്ടാമത്തത്, അവിടെ ആത്മീയ തകർച്ചയ്ക്കുള്ള രണ്ടാമത്തെ കാരണം വചനം വെളിപ്പെടുത്തുകയാണ്. 12-ാം തിരുവചനം, കർത്താവിന്റെ വചനം അറിയിച്ച ജെറമിയായുടെ മുൻപിൽ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ അവർ തങ്ങളെ തന്നെ എളിമപ്പെടുത്തിയില്ല, അഹങ്കാരികളായി മാറി. ദൈവം ദാനമായി നൽകിയ ആ നന്മകളെ ദുരുപയോഗിച്ചുകൊണ്ട് കർത്താവിനെ തള്ളിക്കളഞ്ഞ് ദൈവത്തിൽ ജനം അഹങ്കാരികളായിട്ട് മാറി. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. കണ്ണീരും കഷ്ടപ്പാടും കണ്ട് നല്ലൊരു നിലയിൽ കർത്താവ് എത്തിക്കുമ്പോൾ, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ വാരി വിതറുമ്പോൾ, ഇതെല്ലാം സ്വീകരിച്ച് പലപ്പോഴും കർത്താവിനെ തള്ളിക്കളഞ്ഞ് പാപ വഴിയിൽ നടക്കുന്ന അനേകം എന്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ അനേകരെ കണ്ടുമുട്ടാൻ ഇട വന്നിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയതാ. ഒരു 10-75 വയസ്സ് പ്രായമുള്ളൊരു വല്യപ്പച്ചൻ. ആ വല്യപ്പച്ചൻ എന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, എടാ ചെറുക്ക, നിന്നെ പോലെ യേശു യേശു എന്ന് പറഞ്ഞ് നടക്കാനുള്ള ഗതികേടൊന്നും ദൈവകൃപ കൊണ്ട് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല എന്ന്. ആ വല്യപ്പച്ചന്റെ കണ്ടപ്പോ എനിക്ക് വല്ലാത്ത സഹതാപം തോന്നി. ശരിക്കും ആ വല്യപ്പച്ചന് പ്രോത്സാഹനം തരേണ്ടതാ, മോനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഒരു എൻകറേജ്മെന്റ് തരേണ്ടതാ. അതിനു പകരം അഹങ്കാരത്തിന് വാക്കുകൾ പറയാണ്. ഇന്ന് അനേകരുടെ ആറ്റിറ്റ്യൂഡ് ഇതാണ്. അഹങ്കാരത്തിന്റെ അടിമത്തത്തിൽ ഇന്ന് അനേകർ കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയും എളിമപ്പെടുവാൻ താഴുവാൻ അവർ തയ്യാറല്ല. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ വളരെ വ്യക്തമായി നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് പ്രവാചകനായ ജെറമ്യയോട് പറഞ്ഞു, ജെറമ്യ, ജോസിയ രാജാവിന്റെ കാലം മുതൽ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നീ ഒരു ചുരുളിൽ എഴുതുക. ആ സമയത്ത് യൂദായുടെ രാജാവ് യഹോയാക്കീമായിരുന്നു. ഇതെല്ലാം എഴുതി രാജാവിനെയും ജനത്തെയും അറിയിക്കാൻ ജെറമ്യയോട് കർത്താവ് പറയുകയാണ്. അങ്ങനെ ബാറൂക്ക് ചുരുളെല്ലാം എഴുതുകയാണ്. അതിന്റെ 22 മുതലുള്ള വാചനങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ പറ്റും, യഹോയാക്കീം രാജാവ് ശീതകാല വസതിയിൽ നെരിപ്പോടിനരികിൽ ഇരിക്കുകയാണ്. ഈ സമയത്ത് യഹൂദി എന്ന് പറയുന്ന മനുഷ്യൻ കർത്താവ് നിർദ്ദേശിച്ച ഈ ചുരുളിലെ ഓരോ ഭാഗങ്ങളും രാജാവിനെ വായിച്ചു കേൾപ്പിക്കുകയാണ്. എന്നാൽ ഈ ഭാഗങ്ങളെല്ലാം രാജാവ് കേട്ടുകഴിഞ്ഞപ്പോൾ അഹങ്കാരം മൂത്തുകൊണ്ട് യഹോയാക്കീം രാജാവ് കർത്താവ് നൽകിയ ഈ ചുരുൾ തന്റെ കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഓരോ കഷ്ണവും നെരിപ്പോടിലിട്ട് കത്തിക്കാൻ തുടങ്ങി. കർത്താവിന്റെ വചനത്തെയാണ് കത്തിച്ചു കളയുന്നത്.
പ്രിയമുള്ളവരെ, സക്കറിയ പ്രവാചന പുസ്തകം 2:8 പറയുന്നുണ്ട്, കർത്താവിന്റെ കൃഷ്ണമണിയെ തൊട്ട് കളിക്കുന്നവര് അവർ വലിയ നഷ്ടം സഹിക്കേണ്ടി വരുമെന്ന്. ഇന്നുമുണ്ട് യഹോയാക്കീമിനെ പോലെയുള്ള അനേകം മനുഷ്യരെ. കർത്താവ് നൽകുന്ന മുന്നറിയിപ്പുകള് സമ്പത്തിന്റെ പേരിലുള്ള അഹങ്കാരം കൊണ്ട്, കർത്താവ് നൽകുന്ന വചനങ്ങളെ ആൾബലത്തിന്റെയും ബ്രെയിൻ പവറിന്റെയും പേരിൽ നിഷേധിക്കുന്നവരെ ഈ കാലഘട്ടത്തിലുമുണ്ട്. വചനം വളരെ വ്യക്തമായിട്ട് മുന്നറിയിപ്പ് തരികയാ. അതാര് തന്നെയായാലും അവർ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ കർത്താവിന്റെ വചനം ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാ, അവരെല്ലാം നശിക്കും. നെരിപ്പോട്ടിലിട്ട് യഹോയാക്കീം രാജാവ് ഈ ചുരുളെല്ലാം കത്തിക്കുകയാ. വചനം പറയുന്നുണ്ട്, ആ ചുരുൾ തീരുന്നത് വരെ അവൻ അങ്ങനെ തന്നെ ചെയ്തു. എങ്കിലും ഈ വചനം ശ്രവിച്ച രാജാവോ സേവകന്മാരോ ഒട്ടും ഭയപ്പെടുകയോ അനുതാപം കൊണ്ട് വസ്ത്രം കീറുകയോ ചെയ്തില്ല. കർത്താവ് ചിന്തിച്ചു, ഈ വചനം അറിയിക്കുമ്പോൾ കർത്താവിന്റെ വചനത്തിന് മുൻപിൽ അവർ എളിമപ്പെടുമെന്ന്. എന്നാൽ കൂടുതൽ അഹങ്കാരത്തോടെ രാജാവും സേവകന്മാരും പെരുമാറുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ മുൻപിൽ നമ്മൾ എളിമപ്പെടുവാൻ തയ്യാറല്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾക്ക് വലിയ തകർച്ച സംഭവിക്കുമെന്ന് കർത്താവ് പറയാ. ഇന്ന് അനേകം വ്യക്തികളുടെ ആത്മീയ തകർച്ചയ്ക്കും ഭൗതികമായ പരാജയങ്ങൾക്കുമുള്ള ഒരു പ്രധാന കാരണം അഹങ്കാരത്തോടെ ജീവിച്ച് അവർ കർത്താവിന്റെ വചനത്തെ ചവിട്ടിക്കളഞ്ഞതാണെന്ന് ഈ തിരുവചന ഭാഗങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക. ദൈവജനത്തിന്റെ ആത്മീയ തകർച്ചയ്ക്കുള്ള മൂന്നാമത്തെ കാരണം ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 36-ാം അധ്യായം 13-ാം വചനത്തിൽ പറയുന്നു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിലേക്ക് അവർ തിരിഞ്ഞില്ല. വാഴ്ത്തപ്പെട്ട ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ഈ കാലഘട്ടത്തെ നോക്കി പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് ദൈവഭയം നഷ്ടപ്പെട്ടതാണ്. കർത്താവിലേക്ക് തിരിയുന്നതിൽ ഒരുപാട് മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടും അടയാളങ്ങൾ കാണിച്ചിട്ടും കർത്താവ് തന്നെ പ്രവാചകന്മാരെ വിട്ടിട്ടും ഇന്ന് നമുക്കറിയാം എന്തുമാത്രം വചന ശുശ്രൂഷകൾ വെളിപ്പെടുന്നത്. ടെലിവിഷനിലും മറ്റു പല മീഡിയയിലൂടെയൊക്കെ എന്തുമാത്രം ദൈവവചനങ്ങളാണ് ഓരോ ദിവസവും അനേകായിരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ കേൾക്കുന്നുവെങ്കിലും ഇത് കേൾക്കുന്നതിനനുസരിച്ചുള്ളൊരു വിശുദ്ധീകരണമോ ആഴമായ അനുതാപമോ ഇന്നധികം പേര് തയ്യാറാകുന്നില്ല. വില കൊടുക്കുവാൻ സമർപ്പണത്തോട് വരാൻ തയ്യാറാകുന്നില്ല. അവർ കർത്താവിലേക്ക് തിരിഞ്ഞില്ല. ഇത് തന്നെയാണ് ഇന്ന് അനേകരുടെ തകർച്ചയ്ക്കുള്ള കാരണം. വിശുദ്ധ വചനത്തിൽ കർത്താവിലേക്ക് തിരിഞ്ഞ അനേകരെ കാണാം. പത്രോസ് ഹൃദയം നൊന്ത് മനം തിരിഞ്ഞ് അവൻ പശ്ചാത്താപത്തോടുകൂടി കർത്താവിലേക്ക് തിരിഞ്ഞ് എന്താ ഉണ്ടായേ? തിരുസഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായി കർത്താവ് പത്രോസിനെ അപ്പോയിന്റ് ചെയ്തു. എന്നാൽ ദൈവത്തിന്റെ സ്വന്തം ജനം ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും അനേക ദൂതുകൾ അറിഞ്ഞിട്ടും അവർ അനുതപിക്കാനോ മാനസാന്തരപ്പെടുവാനോ കർത്താവിലേക്ക് തിരിയുവാനോ തയ്യാറായില്ല. അത് ദൈവജനത്തിന്റെ ആത്മീയ തകർച്ചയ്ക്ക് കാരണമായി. 4-ാമത്തെ അവരുടെ തകർച്ചയുടെ കാരണം വചനം പറയുന്നുണ്ട്. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം അവിടെ 36-ാം അധ്യായം 13-ാമത്തെ തിരുവചനം, അവർ ഹൃദയം കഠിനമാക്കി ദുർവാശിയിൽ ജീവിച്ചു. ഇതെല്ലാം കണ്ടിട്ടും അവരുടെ ഹൃദയം കഠിനമായി. ഒരു റിബിലിയസ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ ചിലരെ കണ്ടിട്ടില്ലേ, വചനം കേൾക്കും തോറും അവരുടെ ഹൃദയം ഇങ്ങനെ കഠിനമായി കൊണ്ടിരിക്കുക. ധ്യാനത്തിന് വാ മോനെ, വചനം വായിക്കടാ, പള്ളിയെ പോടാ, കുദാശകൾ സ്വീകരിക്കടാ, ഇത് പറയും തോറും ചില യുവജനങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിന്? പ്രായമേറിയ ചില വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരിക്കുക. പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നില്ലേ, ഫറവയുടെ ഹൃദയം കൂടുതൽ കഠിനമായി. ഓരത്ഭുതങ്ങൾ കാണുമ്പോഴും ഓരടയാളങ്ങൾ അവൻ ദർശിക്കുമ്പോഴും കൂടുതൽ ഫറവയുടെ ഹൃദയം കഠിനമായി. ഈ ഒരു റിബല്യസിലേക്ക്, ഒരു എതിർപ്പിലേക്ക്, മറുതരിപ്പിലേക്ക് ദൈവജനം കടന്നുപോയി. വചനം പറയുകയാണ്, അത് അവരുടെ ആത്മീയ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറി. ഇതിന്റെ ഫലമായി ദൈവത്തിന്റെ ജനത്തിന് എന്ത് സംഭവിച്ചു? 70 വർഷക്കാലം ബാബിലോണിന്റെ അടിമത്തത്തിൽ ദൈവജനം നീറിക്കഴിയേണ്ടി വന്നു. അവർക്ക് ആരാധിക്കുവാനുള്ള അവരുടെ ദേവാലയം നഷ്ടപ്പെട്ടു. അവർ ഒരുപാട് കഷ്ടതയിലും കണ്ണുനീരിലുമായി. പ്രവാചകനായ ജെറമിയായുടെ കർത്താവ് പറഞ്ഞ ഓരോ വചനങ്ങളും അക്ഷരം പ്രതി ലിറ്ററലി നിറവേറപ്പെട്ടു. നിങ്ങൾ നോക്കിക്കണ്ടേ, ജെറമിയ പ്രവാചകൻ പറഞ്ഞത് അതേപോലെ സംഭവിക്കുകയാ.
ആ വാക്കുകളെ ദൈവജനം പുച്ഛിച്ച് നിഷേധിച്ചപ്പോൾ എന്തുണ്ടായി? ഇതാ ബാബിലോൺ സൈന്യം വന്ന് ജെറുസലേം പിടിക്കുകയാണ്. ജെറുസലേം ദേവാലയത്തിന് മതിലുകൾ തകർക്കുകയാണ്. ബാബിലോൺ സൈന്യം ഇരച്ചു കയറുന്നത് കണ്ടു. അവിടെയുള്ള യുവജനങ്ങളെ പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോകും. കാര്യശേഷിയുള്ള അനേകരെ അവർ ബാബിലോണിലോട്ട് നാടുകടന്നു. നോക്കിക്കണ്ടേ, അവസാനം ജെറുസലേം ദേവാലയം അഗ്നിക്കിരയാക്കി. ജെറമ്യ നോക്കിക്കാണുന്നത് കണ്ടു. നോക്കിയേ പ്രവാചകന്റെ വേദന. ഇതിലൂടെ എല്ലാം എന്താ കർത്താവ് നമ്മോട് പറയുന്നത്? നമ്മൾ അനുദപിക്കണം, മനസാന്തരപ്പെടണം. കർത്താവിന്റെ മുന്നറിയിപ്പുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാൻ ഒരുങ്ങണം. ഈ ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി കാലത്തിന്റെ അടയാളങ്ങളിലൂടെ ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ സ്വീകരിച്ചുകൊണ്ട് നശിക്കുന്ന ആത്മാക്കളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിലവിളിക്കുവാൻ, നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാൻ, കർത്താവിന്റെ വചനം അഭിഷേകത്തോടെ പ്രഘോഷിക്കുവാൻ ധാരാളം വ്യക്തികൾ മുന്നോട്ട് വരണം. ദൈവരാജ്യത്തിന് ശുശ്രൂഷകർ കൂടുതൽ കൂടുതൽ കാലഘട്ടത്തിന്റെ അഭിഷേകം സ്വീകരിക്കണം. ഇത് സ്വർഗത്തിന്റെ വലിയൊരാഗ്രഹമാണ്. കർത്താവ് നൽകുന്ന മുന്നറിയിപ്പുകൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പരിപൂർണമായി ഒരു സമർപ്പണത്തിലോട്ട് നയിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും തലമുറകളെയും നിരവധിയായ ആവശ്യങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.